ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കണിയൊരുക്കാനായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മിക്കവാറും പറ്റുന്നൊരു കാര്യമാണ് കുറച്ച് നാളിങ്ങനെ ഒരുപാട് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താ കണിയൊരുക്കണ ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പൂവ് കിട്ടാത്തൊരവസ്ഥ വരെ വരാറുണ്ട് അല്ലേ. പിന്നെ റെഡിമെയ്ഡായിട്ട് പൂവൊക്കെ വാങ്ങുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കണിക്കൊന്ന പൂവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രേപ്പ് പേപ്പറാണ് എടുക്കുന്നത്. യെല്ലോ കളറിലെ പേപ്പറാണ് കേട്ടോ. ഇനി അതിനായിട്ട് 2 ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ കടകളിലേക്ക് ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന പൂക്കൾ ഇങ്ങനെ തൂക്കിയിട്ടതായിട്ട് കണ്ടായിരുന്നു. കുറച്ചൊന്നല്ല, മിക്ക കടകളിലും ഒരുപാട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആൾക്കാരത് വാങ്ങുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ എല്ലാ കടകളിലൊക്കെ കൊണ്ടുവരാം. അപ്പോഴാണ് നമുക്ക് തന്നെ കണിക്കൊന്ന പൂ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. പിന്നെ ഒരുപാട് പേരിങ്ങനെ ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റെഡിമെയ്ഡ് പൂക്കളുടെ അത്രയും കാശൊന്നും ആവില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പൂവിൻ്റെ അത്ര ഭംഗിയൊന്നും പ്ലാസ്റ്റിക്കിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ ആ വരച്ചെടുത്ത 2 പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചധികം നമ്മൾ പെറ്റൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസ് എടുത്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒറ്റത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പെറ്റൽസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇത് വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, സൗണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ഭാഗത്തൊക്കെ സൗണ്ട് കൂടുതലും കുറവൊക്കെ ആയിട്ടാണ്, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പെറ്റൽസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആ ഫ്ലവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗ്രീൻ കളറിലെ ഭാഗം കാണാറുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് കൊടുക്കാം. അപ്പോൾ അവിടെയും കുറച്ച് ഫെവിക്കോളാക്കി കൊടുത്തിട്ടൊന്ന് പിരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് എത്രത്തോളം ഫ്ലവേഴ്സാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ കുറച്ച് പീസൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നൂൽക്കമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഒറിജിനൽ കണിക്കൊന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക. ചിലതിന് 5 പെറ്റൽസ് ഉണ്ടാവും, ചിലത് 4, 3, 2 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം അതുപോലെ തോന്നുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ആ ഒരു നൂൽക്കമ്പിയിലായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ വെച്ച് ചെയ്തിട്ടില്ലേ, അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ചുറ്റായിട്ട് നമ്മൾ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ 5 പെറ്റൽസ് കൊടുക്കാം, അല്ലെങ്കിൽ 4 കൊടുക്കാം, 3, 2 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൂടുതലും 3ഉം 4ഉം പെറ്റൽസ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തേക്കണേ. അതുപോലെ കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ ഫ്ലവേഴ്സ് മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അതുമേലായിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പൂമൊട്ടുകൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ആ ഒരു യെല്ലോ കളറിലെ പേപ്പറാണ് എടുക്കണേ. അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
പിന്നെ ആദ്യം നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ ചെറിയ പീസായിട്ട് നൂൽക്കമ്പിയൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലെ ഒരു നൂൽക്കമ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇത്തിരി കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് മുകളിലായിട്ട് ആ ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നൂല് വെച്ച് ടൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പൂമുട്ടുകൾ ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഞാനൊരു 5 എണ്ണമാണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ കുറച്ച് മുട്ടുകളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ നൂൽക്കമ്പി കുറച്ചുകൂടി വലിപ്പത്തിലെടുക്കുക. എന്നിട്ട് ഈ പൂമുട്ടുകളും ഫ്ലവേഴ്സൊക്കെ അതിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ആ മുട്ടുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ പെറ്റൽസ് കുറഞ്ഞ ഫ്ലവേഴ്സ് ആദ്യം അങ്ങനെ വരുന്ന രീതിയിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ. താങ്ക് യു ഫോർ വാച്ചിങ്.